ഹരി ബോൽ. കൃഷ്ണൻ ഇപ്പോൾ മധുരയിലെ രാജകുമാരനാണ്. വൃന്ദാവനം അവനിപ്പോൾ ഓർമ്മകളാണ്. യശോദാമ്മയുടെ കണ്ണ കണ്ണ എന്നുള്ള വിളിയും ആ പശുക്കളുടെ ശബ്ദവും ആ യമുനയും ഗോവർദ്ധനവും എല്ലാം ഇപ്പോൾ കൃഷ്ണന് ഓർമ്മകളാണ്. ആ ഓർമ്മകൾ അവൻ്റെ ഹൃദയത്തെ വീണ്ടും വീണ്ടും അഗാധമായും വേദനിപ്പിക്കുന്നു. യശോദാമ്മേ, അമ്മേ അമ്മേ അമ്മേ, അമ്മയുടെ കണ്ണൻ തിരിച്ചു വരും അമ്മേ. എഴുതേ വിശാഖേ, രാധേ രാധേ രാധേ, ഞാൻ തിരിച്ചു വരും. കൃഷ്ണ, ഗോവിന്ദ, മാധവ, എന്ത് പറ്റി കൃഷ്ണ? നീ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? എന്നോട് പറയൂ. ഉദ്ധവ, പ്രിയസഖ, എൻ്റെ വ്രജവാസികൾ എൻ്റെ വിരഹത്താൽ വെന്തു നീറുകയാണ്. അവരെക്കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം ഞാൻ ദുഃഖത്തിൻ്റെ സമുദ്രത്തിൽ മുങ്ങിത്താഴുകയാണ്. ഈ രാജകൊട്ടാരം പോലും എനിക്കൊരു കൊടുങ്കാടായി തോന്നുന്നു. ഓരോ ശ്വാസവും അഗ്നി ശ്വസിക്കുമ്പോൾ. കൃഷ്ണ, യാദവ മൗലിമണേ, ദയവായി ഇങ്ങനെ പറയരുതേ. അവിടുന്ന് പറയുമ്പോൾ എൻ്റെ ഹൃദയമാണ് നടുങ്ങുന്നത്. കൃഷ്ണ, അവിടുന്ന് ഭഗവാനാണ്, ആത്മാരാമനാണ്, അന്തര്യാമിയാണ്, അഖിലാണ്ട കോടി ബ്രഹ്മാണ്ടങ്ങളുടെയും ഏകൈക നാഥനാണ്. അവിടുത്തെ ദുഃഖം ബാധിക്കുമോ ഭഗവാനെ? പിന്നെ അവിടുന്ന് എന്തിനാണ് ഈ വ്രജവാസികളെ ഓർത്ത് ഇത്രയും ദുഃഖിക്കുന്നത്? ശരിയാണ് ഉദ്ധവ, ആത്മാരാമനായ എനിക്ക് യാതൊന്നിൻ്റെയും ആവശ്യമില്ല. പക്ഷേ എൻ്റെ വ്രജവാസികൾ അവർ സദാസമയം നമ്മെപ്പറ്റി സ്മരിച്ച് വെന്ത് നീറിക്കൊണ്ടിരിക്കുകയാണ് ഉദ്ധവ. അവരുടെ ദുഃഖം എൻ്റെ ഹൃദയത്തെ മതിക്കുകയാണ് ഉദ്ധവ. ഇപ്രകാരം സംസാരിക്കല്ലേ കൃഷ്ണ. ഇത് കേൾക്കുമ്പോൾ എൻ്റെ ഹൃദയമാണ് വേദനിക്കുന്നത്. കൃഷ്ണ, അവിടുന്ന് അവർക്ക് പരമോന്നതമായ ആത്മജ്ഞാനം നൽകിയാൽ പോരെ? ശരിയാണ് ഉദ്ധവ, നീ പറഞ്ഞത് ശരിയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഗോപീജനങ്ങൾക്കായി ഞാൻ ആത്മജ്ഞാനം എഴുതി നൽകാം. ചെന്നാലും ഉദ്ധവ, നമ്മുടെ സന്ദേശം വേഗം പ്രജത്തിൽ ചെന്നറിയിച്ചാലും. തീർച്ചയായും മാധവ. വേഗം പോകൂ ഉദ്ധവ. നമ്മുടെ ഗോപീജനങ്ങൾ നമുക്ക് വേണ്ടി അവരുടെ കുടുംബം, ഭർത്താവ്, സമൂഹം, കുട്ടികൾ, അവർ നമുക്ക് വേണ്ടി എല്ലാം ത്യജിച്ചു. എന്നിട്ടും ഞാൻ ഈ ദുഷ്ടനായ കൃഷ്ണ. സത്യമല്ല ഉദ്ധവ ഞാൻ പറഞ്ഞത്? എൻ്റെ വരവും കാത്ത് എത്ര നാളായി? ഞാൻ കൊടുത്ത ഒരേ ഒരു വാക്കിൻ്റെ ബലത്തിലാണ് അവരെപ്പോഴും നമ്മെ പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഓരോ നിമിഷവും അവരവരുടെ ഹൃദയം കല്ലാക്കിയാണ് ജീവിച്ചിരിക്കുന്നത്. ഞാനില്ലെങ്കിൽ അവരില്ല ഉദ്ധവ. വേഗം ചെല്ലു ഉദ്ധവ. അവരുടെ കണ്ണൻ ഇപ്പോൾ അവരെക്കുറിച്ച് ഓർക്കുന്നുണ്ടെന്നും അതേ അധികം വൈകാണ്ട് തന്നെ തിരിച്ചു വരുമെന്നും ചെന്ന് പറഞ്ഞാലും ഉദ്ധവ. മാധവ, പോ ഉദ്ധവ, നീ പോ. അവിടുത്തെ ആജ്ഞ പോലെ ഭഗവാനെ. ഈ കാറ്റ് പോലും അവരുടെ വിരഹത്തിൻ്റെ ചൂട് നമുക്ക് നൽകുന്നുവല്ലോ. യശോദാമ്മേ, നന്ദനച്ഛ, മധുമംഗള, സുഫല, എഴുതേ വിശാഖേ, രാധേ രാധേ രാധേ. വൃന്ദാവനം എല്ലാം എന്തോ ഒരു ദുഃഖം ഇവിടെ ആകെ ബാധിച്ച പോലെ തോന്നുന്നു. ഇവിടുത്തെ ജീവൻ എവിടെ പോയി? പശുക്കളുടെ ശബ്ദം കേൾക്കുന്നില്ല, കിളികൾ പോലും അമരുന്നില്ല. എന്ത് സംഭവിച്ചു?
മഞ്ഞപ്പട്ടാടയ്ക്ക് എന്റെ കണ്ണ് പട്ടാടയുടെ നിറമാണല്ലോ കുട്ടി. ഈ ആഭരണങ്ങൾ എൻ്റെ കണ്ണൻ്റെ അതേ തന്നല്ലോ. നീ ആരാണ് കുട്ടി? നീ ആരാണ് പുത്ര? ഞാൻ ഉദ്ധവനാണ്. ഞാൻ മധുരയിൽ നിന്ന് വരികയാണ് മഹാനുഭാവ. മധുരയിൽ നിന്നോ? എൻ്റെ കണ്ണനും മധുരയിലാണ്, അറിയോ? അല്ലയോ, ഞാൻ കൃഷ്ണൻ സഖനാണ്. അവനാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. അവന് സുഖം തന്നെയാണോ അവിടെ? തീർച്ചയായും. അവിടുന്ന് പറഞ്ഞാലും നന്ദ മഹാരാജാവ് അദ്ദേഹം എവിടെയാണ്? അദ്ദേഹത്തിൻ്റെ ഗൃഹം എവിടെയാണ്? മകനെ വരൂ, ഇവിടേക്ക് ഇരിക്കാം. നന്ദ മഹാരാജാവ് ആരാണ്? അദ്ദേഹം എവിടെയാണ്? നന്ദ മഹാരാജ ഞാൻ തന്നെയാണ് പുത്ര. കൃഷ്ണൻ പറഞ്ഞത് ഓജസ്വിയും തേജസ്വിയുമായ നന്ദ മഹാരാജാവിനെ കുറിച്ചാണ്. ഇദ്ദേഹം ആകെ ക്ഷീണിച്ച് അവശനായിരിക്കുന്നല്ലോ. ദാ വരുന്നു മഹാരാജൻ. അതേ പുത്ര, വന്നിരുന്നാലും. അവിടെ എൻ്റെ കണ്ണന് സുഖം തന്നെയല്ലേ? അവന് എല്ലാ നേരത്തും ഭക്ഷണമൊക്കെ കിട്ടുന്നുണ്ടോ? അവൻ ഈ വൃന്ദാവനത്തിൻ്റെ കഥകളൊക്കെ നിന്നോട് പറയലുണ്ടോ? അവനവിടെ ആരാണ് അവനെ നോക്കുന്നത്? അല്ലയോ മഹാരാജാവേ, അവിടുന്ന് ദുഃഖിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇപ്പോൾ അവൻ കേവലം ഗോപാലനല്ല, മധുരയിലെ രാജകുമാരനാണ്. മധുരയിലെ സിംഹാസനം അവന് വേണ്ടി കാത്തിരിക്കുന്നു മഹാരാജൻ. അവനവിടെ യാതൊന്നിൻ്റെയും യാതൊരു കുറവുമില്ല. എന്നാണ് മകനെ ഇവിടേക്ക് വരിക? അറിയില്ല മഹാരാജൻ. അവനവിടെ ചെയ്തു തീർക്കാനായി ഒത്തിരി കർത്തവ്യങ്ങളുണ്ട്. അറിയോ, അവനെ കുറിച്ച് ഓർത്ത് ഓരോ ദിനവും നീറുകയാണ് ഞങ്ങൾ. അവനില്ലാത്ത വൃന്ദാവനം എന്താണെന്നറിയോ? വൃന്ദാവനം മരിച്ചു ഉദ്ധവ. അറിയോ, ഈ പാതുകങ്ങൾ കണ്ടില്ലേ? ചെറിയ കുട്ടിയായിരിക്കുന്ന കാലം മുതൽ ഞാൻ യാത്ര പുറപ്പെട്ടാൽ ഈ പാതുകങ്ങൾ അവൻ ഓടിയെടുത്തുകൊണ്ട് വന്ന് ഈ പാദങ്ങളിൽ അണിയിക്കും. ഇന്ന് അവനെ കുറിച്ചുള്ള ഓർമ്മകളിൽ നീറുകയാണ് ഉത്തമ. ഞങ്ങൾ നീറുകയാണ്. ശാസ്ത്രം അല്ലേ മഹാരാജൻ, അവിടുന്ന് ഇപ്പോഴും ദുഃഖിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അവിടുത്തെ പുത്രനെ അറിയുകയില്ല. അവിടുത്തെ പുത്രൻ ആരാണെന്നാ കരുതിയത്? അദ്ദേഹം അവിടുത്തെ പുത്രൻ മാത്രമല്ല, കൃഷ്ണൻ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ടങ്ങളുടെയും ഏകൈക നാഥനാണ്. അദ്ദേഹം സാക്ഷാൽ ഭഗവാനാണ്. അദ്ദേഹം ആത്മാരാമനാണ്, അന്തര്യാമിയാണ്. അദ്ദേഹം പരമാത്മാവായി എല്ലാവർക്കും വ്യാപിച്ചു നിൽക്കെ എങ്ങനെയാണ് മഹാരാജൻ കൃഷ്ണനെ വിരഹം അനുഭവിക്കുണ്ടാവുന്നത്? ഉദ്ധവരെ മതി. കൃഷ്ണനെ കുറിച്ചുള്ള ഒരു സംസാരം ഇവിടെ ഇനി പാടില്ല. അറിയോ, എല്ലാം ഞാൻ മറക്കാൻ ശ്രമിക്കുകയാണ്. അതാ നോക്കൂ, അവിടെ ഒരാളെ കിടപ്പുണ്ട്. അറിയോ, ജീവനുണ്ടെന്നേ ഉള്ളൂ. ഇന്നും എപ്പോഴും എൻ്റെ കുണ്ണി ഇപ്പം വരും, എൻ്റെ കണ്ണൻ ഇപ്പം വരും എന്ന് പറഞ്ഞ് ഓരോരോ സ്വാദു ഭക്ഷണങ്ങൾ അവന് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ട് കാത്തിരിക്കുകയാണ്. പാവം യശോദ ഇന്നും മറിഞ്ഞിട്ടില്ല. കണ്ണൻ വൃന്ദാവനം വിട്ട് മധുരയ്ക്ക് പോയി എന്ന സത്യം. അറിയോ, അവളെ എന്തു പറഞ്ഞാണ് ഞാൻ ആശ്വസിപ്പിക്കുക? വയ്യ.
ഹരിബോ. നോക്കൂ, ഇങ്ങോട്ട് നോക്കൂ. വേണുനാഥം കേൾക്കുന്നു. കേട്ടോ, വേണുനാഥമല്ലേ കേൾക്കുന്നത്? നമ്മുടെ കണ്ണന്റെ ആവും. കണ്ണൻ വരുന്നുണ്ടാവും. അങ്ങ് വരും, നമുക്ക് പോയി നോക്കാം. അത് നമ്മുടെ കണ്ണനല്ല, അത് മറ്റൊരു ഗോപനാണ്. എത്ര ദിവസമായി എൻ്റെ കൂട്ടി പോയിട്ട് എനിക്ക് കണ്ണനെ കാണാതെ എൻ്റെ ഹൃദയം നീറുകയാണ്. എന്താണാവോ കണ്ണൻ വരാൻ താമസിക്കുന്നത്? അങ്ങ് എന്താണ് ഒന്നും മിണ്ടാത്തത്? ഒരു പക്ഷേ എൻ്റെ കണ്ണൻ അമ്മയോട് പിണക്കമാവുമല്ലേ? അങ്ങ് ഓർക്കുന്നുണ്ടോ അന്നൊരിക്കൽ ഞങ്ങൾ വഴക്കായത്? ഒരു ദിവസം അങ്ങ് എന്താ ശ്രദ്ധിക്കാത്തത്? ഒരു ദിവസം കണ്ണൻ കളിക്കാൻ പോയി. അപ്പോ കുട്ടികളുമായി നല്ല വഴക്ക്. ഏതൊരു കുട്ടിയായിട്ട് അവൻ പിച്ചി എന്നോ നുള്ളി എന്നോ എന്നൊക്കെ പറഞ്ഞ് ഒരു ഗോപിക വന്നു വീട്ടില് പരാതിയുമായി. എനിക്കത് കേട്ടപ്പോൾ വല്ലാത്ത അരിശം വന്നു. ഞാൻ എന്താ ചെയ്തെന്നറിയോ? ഇതാ നോക്കൂ, ഈ പീലി എടുത്ത് ഞാൻ എൻ്റെ കുട്ടിയെ തലങ്ങും വിലങ്ങും തല്ലി. ഒരു പക്ഷേ അവന് വല്ലാതെ വേദനിച്ച് കാണില്ലേ? അവന്റെ മനസ്സ് മുറിഞ്ഞിട്ടുണ്ടാവില്ലേ? അതായിരിക്കോ പ്രഭു കണ്ണൻ വരാൻ താമസിക്കുന്നത്? അതുമല്ലാതെ ഒരു സംഭവം കൂടി ഞാൻ ഓർക്കുകയാണ്. അന്നൊരിക്കൽ ഇതുപോലെ കുട്ടികളുമായി കണ്ണൻ കാലിമേക്കാൻ പോയതാ. അതിലൊരു കുട്ടി പറഞ്ഞു അത്രേ, കണ്ണാ നീ യശോദാമുനിയുടെ പുത്രനല്ലെന്ന്. എൻ്റെ കുട്ടിക്ക് എത്ര സങ്കടം വന്നു എന്നറിയോ? അവനത് പറയുമ്പോൾ എൻ്റെ മനസ്സ് നീറുകയായിരുന്നു. എന്നാൽ എന്താവും എൻ്റെ കുട്ടി വരാത്തത്? വിശക്കുന്നുണ്ടാവില്ല എൻ്റെ കുട്ടിക്ക്? അവൻ ഇഷ്ടപ്പെട്ട എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കി ഞാനവിടെ കാത്തിരിക്കുക. ആ കുട്ടി ഇത് വല്ലതും അറിയുന്നുണ്ടോ? തന്നെയല്ല, ഈ വെയില് മുഴുവൻ കൊണ്ട് മുഖം ആകെ കരുവാളിച്ച് കാണും. അങ്ങ് പിന്നെ പതിവ് പോലെ ഒന്നും മിണ്ടാതിരിക്കുകയല്ലേ. എൻ്റെ കുട്ടി എപ്പോഴാണ് അവ വരുന്നത്? അതാ കണ്ടില്ലേ ഉദ്ധവരെ യശോദയുടെ അവസ്ഥ. ഇത് കാണുമ്പോൾ ഞാൻ കൃഷ്ണനെ കുറിച്ചുള്ള ഓർമ്മകളിൽ നീറുകയാണ് ഉദ്ധവരെ. അറിയോ, ഈ കൊട്ടാരത്തിൻ്റെ ഓരോ മുറികളിലും അവൻ്റെ ലീലകൾ പാടുകയാണ്. ഈ വൃന്ദാവനത്തിൻ്റെ ഓരോ മണൽത്തരിയിലും ആ തൃപ്പാദങ്ങളുടെ സ്പർശനമേറ്റ ഗന്ധമാണ് ഉദ്ധവരെ, ഗന്ധമാണ്. ഈ വൃന്ദാവനത്തിൻ്റെ പ്രാണനായിരുന്നു എൻ്റെ കുട്ടി ഉദ്ധവ, പ്രാണനായിരുന്നു. അവൻ പോയതോടെ ഞങ്ങളുടെ പ്രാണനും പോയി. അറിയുമോ, അവനില്ലാത്ത ഈ ഒരു ജീവിതം യാന്ത്രികമായി കഴിച്ചു കൂട്ടുകയാണ് ഉദ്ധവ. എന്താണ് ഞാൻ വേണ്ടത്? പറയൂ, പറയൂ ഉദ്ധവരെ, പറയൂ. ഞാൻ ഓർത്തു പോകുകയാണ്. അന്നൊരു നാളെ അവൻ യശോദയുമായി വഴക്കിട്ടു. അറിയണ്ടേ, അന്നവൻ എൻ്റെ മുറിയിലാണ് ഉറങ്ങാൻ കിടന്നത്. അന്ന് ഞാൻ അനുഭവിച്ച സന്തോഷത്തിന് അതിരില്ലായിരുന്നു, അതിരില്ലായിരുന്നു.
ഇന്നെൻ്റെ കുട്ടി എൻ്റെ കൂടെ ഉറങ്ങാനില്ല എന്ന സത്യം ഓർക്കുമ്പോൾ ഈ ഉള്ളം ഉറങ്ങുകയാണ് ഉദ്ധവ, ഉറങ്ങുകയാണ്. എന്താണ് വേണ്ടത്? ഓരോ ദിനവും അവൻ വരുമെന്ന കാത്തിരിപ്പാണ് ഈ ജീവനെ ഈ വെറുതെയെങ്കിലും നിലനിർത്തിപ്പോന്നത്. ഉദ്ധവരെ, എന്താണ് എൻ്റെ കുട്ടി? ഉദ്ധവ, ഓടല്ലേ കുട്ടിയെ, ഓടല്ലേ. അമ്മേനിട്ട് ഇങ്ങനെ ഓടിപ്പിക്കണ എന്തിനാ നമ്മുടെ കുട്ടി? വരൂ 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 വരൂ. പാട്ടം പാട്ടം പാട്ടം. ഉറക്കം വരുന്നുണ്ട്, എൻ്റെ കുട്ടി ഉറങ്ങിക്കോളും. അയ്യോ, ഞാൻ അടുപ്പത്ത് പാല് തിളപ്പിക്കാൻ വെച്ചിട്ടാ വന്നത്. അത് തൂയി പോവില്ലേ? കണ്ണനെ ഒന്ന് പിടിക്കണേ, ഒന്ന് പിടിക്കണേ. പാലുണ്ട് അടുപ്പത്ത്, ഒന്ന് പിടിക്കൂ കണ്ണനെ. യശോദേ, മതി, ഒന്ന് നിർത്തോ. എന്ത് പറ്റി അങ്ങക്ക്? നിന്റെ കണ്ണൻ വൃന്ദാവനം വിട്ട് മധുരയ്ക്ക് പോയി യശോദേ, മധുരയ്ക്ക് പോയി. എന്താണ് അങ്ങ് പറയുന്നത്? ആ സത്യം നീ അറിയണം. എന്റെ കണ്ണൻ, അതെ, നിന്റെ കണ്ണൻ. ഞാനിത് എങ്ങനെ സഹിക്കും ഭഗവാനെ? എന്റെ കണ്ണൻ വരില്ലെന്ന്. കണ്ണാ, നിന്റെ കണ്ണനെ മധുരയ്ക്ക് അവന്റെ കുട്ടി നോക്കൂ സഖി, അവിടെ ഒരു രഥം. ഇത് മധുരയിലെ രഥമാണ് ലളിതേ. നമ്മുടെ കണ്ണനെ നമ്മളിൽ നിന്ന് അകറ്റിയ ആ അക്രൂരൻ വീണ്ടും വന്നിരിക്കുന്നു. അവന്റെ യജമാനന് യാഗം ചെയ്യാൻ നമ്മുടെ മാംസമർക്കാൻ വന്നതായിരിക്കും. ആരാണ് അയാൾക്ക് അക്രൂരൻ എന്ന് പേരിട്ടിരിക്കുന്നത്? ക്രൂരൻ, കൊടുക്രൂരൻ. നമ്മുടെ വൃന്ദാവനത്തിന്റെ ജീവശ്വാസം ഊറ്റിയെടുത്ത ദുഷ്ടൻ. അതെ അതെ, ഇത് സത്യമാണോ? ഞാൻ കാണും തന്നെയാണോ നീയും കാണുന്നത്? നമ്മുടെ കണ്ണൻ സഖി, നമ്മുടെ കണ്ണൻ വന്നിരിക്കുന്നു. ചമ്പകലത്തെ രംഗദേവി, സുദേവി, ഓടി വായോ, നമ്മുടെ കണ്ണൻ വന്നു. അല്ല, ഇത് നമ്മുടെ കണ്ണനല്ല, ഇത് നമ്മുടെ കണ്ണനല്ല. അങ്ങ് ആരാണ് മഹാനുഭാവ? ഞാൻ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ടങ്ങളുടെയും നായകനായ ഭഗവാൻ കൃഷ്ണൻ്റെ ദാസനായ ഉദ്ധവനാണ്. ഒരു നിമിഷം പോലും അവനെ മറക്കാൻ കഴിയുന്നില്ല ഉദ്ധവ. അവന് ഞങ്ങളെ ഓർത്ത് വിഷമമുണ്ടോ?
അവൻ ഞങ്ങളുടെ കാര്യം അന്വേഷിക്കാറുണ്ട് ഉദ്ധവ. അല്ലയോ ഗോപികമാരെ, നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കൃഷ്ണൻ നിങ്ങളെ ഓർക്കുന്നുണ്ട്. അവൻ ഇനി എന്നാണ് വരിക? അവന്റെ ആ വേണുനാദം കേൾക്കാൻ ഞങ്ങൾക്ക് കൊതിയാവുന്നു ഉദ്ധവ. അവന്റെ ഓടക്കുഴൽ ചുണ്ടോട് ചേർക്കുമ്പോൾ ഈ പ്രപഞ്ചം പോലും നിശ്ചലമാകുന്നു കൃഷ്ണ. ഉദ്ധവ, അതെ, അവനെ കാണാതെ വല്ലാതെ എൻ്റെ ഹൃദയം വേദനിക്കുന്നു. എനിക്ക് ഒരേ ഒരു കാര്യം മാത്രമേ അറിയുള്ളൂ. കൃഷ്ണൻ അവൻ്റെ വിരഹത്താൽ എൻ്റെ ഹൃദയം ചുടുകാടാക്കിയിരിക്കുന്നു. പറയൂ ഉദ്ധവ, ഞങ്ങളുടെ കൃഷ്ണൻ തിരിച്ചു വരില്ലേ ഇങ്ങോട്ടേ? അല്ലയോ ഗോപികമാരെ, നിങ്ങൾ മനസ്സിലാക്കിയാലും നിങ്ങളുടെ കൂട്ടുകാരനല്ല. അവൻ നിങ്ങളുടെ കൂട്ടുകാരനല്ല, അവൻ ഭഗവാനാണ്, ഭഗവാൻ. ദയവായി മനസ്സിലാക്കിയാലും ഗോപികമാരെ, അവൻ പരമാത്മാവാണ്. യോഗികളും ഋഷികളും ധ്യാനിക്കുന്നത് അദ്ദേഹത്തെയാണ്. എല്ലാതും അദ്ദേഹമില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നിട്ടില്ല, അദ്ദേഹമില്ലാത്തൊരു കാലം ഉണ്ടാവുകയുമില്ല. അദ്ദേഹത്തിന് അറിയാത്തതായി ഇഹത്തിലും പരത്തിലും യാതൊന്നുമില്ല ഗോപികമാരെ. നിങ്ങൾ ദയവായി ഇത് മനസ്സിലാക്കൂ. കൃഷ്ണനെ കാത്തിരിക്കുന്ന ഒരു കന്യകയുണ്ട് ഇവിടെ. കൃഷ്ണന്റെ അച്ഛൻ നന്ദ മഹാരാജന്റെ സുഹൃത്തായ വൃഷഭാനു മഹാരാജാവിന്റെ കൃഷ്ണമണിയാണ് ഞങ്ങളുടെ വൃന്ദാവനേശ്വരി. രാസേശ്വരി, ആരാണത്? യശോദാമ്മ ഒരിക്കൽ മാത്രമേ ഗോവിന്ദനെ കെട്ടിയിട്ടിട്ടുള്ളൂ. എന്നാൽ തൻ്റെ പ്രേമപാശത്താൽ എന്നെന്നും ഗോവിന്ദനെ കെട്ടിയിട്ട നമ്മുടെ സ്വാമിനി. ഈ വൃന്ദാവനത്തിലാകെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഗോവിന്ദന്റെ തൃപ്പാദങ്ങളാണ്. എന്നാൽ ഗോവിന്ദന്റെ മനസ്സിൽ പതിഞ്ഞത് ഞങ്ങളുടെ സ്വാമിനിയുടെ തൃപ്പാദങ്ങളാണ്. ആരാണ് മഹാഗോപിക? എനിക്കറിയണം, ആരാണത്? ഹരി ബോ. അല്ലയോ എൻ്റെ ചിത്തചോരൻ്റെ പ്രിയ സഖ, ഞാൻ കൃഷ്ണൻ്റെ ദാസിയാണ്. ഇവരുടെ എല്ലാം സേവികയാണ് ഞാൻ. നിസ്വാർത്ഥരും അസൂയയില്ലാത്തവരുമായ ഇവർ എൻ്റെ കൃഷ്ണന് വേണ്ടി എത്ര സേവനങ്ങളാണ് ചെയ്യുന്നതെന്ന് അറിയാമോ? അതിനു മുന്നിൽ ഞാൻ ഒന്നുമല്ല. എന്നെ കൃഷ്ണൻ വിട്ടുപോയത് ഞാനൊരു മോശം ദാസി ആയതുകൊണ്ടാണ്. എൻ്റെ സേവനത്തിൽ തൃപ്തനല്ലായിരിക്കും. പക്ഷേ എന്തിനാണ് ആ ദുഷ്ടൻ ഇവരെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല.
സഖിമാരെ വണ്ട് വന്നിരിക്കുകയാണ് അവന്റെ സന്ദേശമായിട്ടല്ലേ? ആ കള്ള തെമ്മാടിക്ക് മധുരയിലെ പെൺകുട്ടികളെ കണ്ടപ്പോ ഞങ്ങളെയൊക്കെ മറന്നു അല്ലേ? ഈ ഗ്രാമത്തിലെ സാധാരണ പെൺകുടിമാരെ പറ്റി അവൻ ഓർക്കാറെങ്കിലും ഉണ്ടോ? തൊട്ടു പോവരുത് തന്നെ. നീ ആ ചതിയന്റെ കൂട്ടാളിയല്ലേ? നീ അവനെ പോലെ തന്നെയാണോ അതോ അവൻ നിന്നെ പോലെയാണോ എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. തേൻ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പൂവ് നിനക്ക് വേണ്ടല്ലോ. അവനെ എന്തിനാണ് ലക്ഷ്മി ദേവി സേവിക്കുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. ദേവിയെയും അവൻ ഞങ്ങളെ പറ്റിച്ചതുപോലെ പറ്റിച്ചിട്ടുണ്ടാവും. അർജുനന്റെ കൂട്ടുകാരന്റെ വീരശൂര പരാക്രമങ്ങളുടെ സ്തുതി നീ ഞങ്ങളോട് പാടണ്ട. ആ മധുരയിലെ പെൺകുട്ടികളോട് പോയി പാടൂ. അവന് വേണ്ടി അച്ഛൻ, അമ്മ, ഭർത്താവ്, മക്കൾ, സമൂഹം ഇതെല്ലാം ത്യജിച്ച് ഞങ്ങളെ ഉപേക്ഷിച്ച അവൻ എത്ര നന്ദിയില്ലാത്തവനാണ്. അവനുമായി ഇനി എന്തിനൊത്തു പോകണം? ആ കള്ളച്ചിരിയും കള്ള നോട്ടവും കൊണ്ട് എല്ലാവരുടെയും ഹൃദയത്തെ മതിച്ച് അവൻ കടന്നു കളഞ്ഞു. വേണ്ട വേണ്ട, ഇനി എന്റെ പാദത്തിങ്കൽ വീഴാന്ന് നോക്കണ്ട. മുകുന്ദന്റെ പക്കൽ നിന്ന് നയതന്ത്രം പഠിച്ച ദൂതനായി വന്നിരിക്കുന്നു. ഇത് എന്നെയല്ലേ ഉദ്ദേശിക്കുന്നത്? മന്ദബുദ്ധി, നിന്റെ യജമാനൻ എത്ര നന്ദിയില്ലാത്തവനും കഠിന ഹൃദയനുമാണെന്ന് നിനക്കറിയാമോ? നിനക്കറിയില്ല. ഈ ജന്മത്തിൽ മാത്രമല്ല, കഴിഞ്ഞ ജന്മങ്ങളിലും അവൻ ഇങ്ങനെ തന്നെയായിരുന്നു. മുത്തശ്ശി പൗർണമാസി പറഞ്ഞു തന്നതാ. കഴിഞ്ഞ ജന്മത്തിൽ അവൻ ശ്രീരാമനായിരുന്നു. എങ്കിലും ഒരു വേടനെ പോലെ ബാലിയെ ഒളിഞ്ഞു നിന്ന് കൊന്നില്ലേ? അതിനു മുമ്പോ വാമനനായിരുന്നു. അവന് 3 അടി മണ്ണ് കൊടുത്ത മഹാബലി ചക്രവർത്തിയെ പോലും വഞ്ചിച്ചില്ലേ? പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവനെക്കുറിച്ച് മിണ്ടാതിരിക്കാനാകുന്നില്ല. എത്ര കേട്ടാലും എത്ര പറഞ്ഞാലും കൊതി തീരുന്നില്ല. അവൻ്റെ മനം കുളിർക്കുന്ന കഥാമൃതത്തിൻ്റെ ഒരു തുള്ളിയെങ്കിലും ഒരിക്കലെങ്കിലും ആസ്വദിച്ചവർക്ക് ഈ ഭൗതികതയുടെ തുച്ഛത ബോധ്യപ്പെടും. അവനെ വിശ്വസിച്ച് ഞങ്ങൾ എല്ലാവരും വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ എങ്കിലും ഓരോ നിമിഷവും അവൻ്റെ വിരഹത്തിൽ ഞങ്ങൾ എരിഞ്ഞു നീറുന്നു. ഞാൻ എന്തായി പറഞ്ഞേ? സഖിമാരെ, വണ്ട് പോയി. വണ്ട് എവിടേക്കാ പോയത്? ഞാനീ പറഞ്ഞതെല്ലാം കൃഷ്ണനോട് ചെന്ന് പറയാൻ പോയതായിരിക്കുമോ? ഇതൊക്കെ കേട്ടാ കൃഷ്ണന് വിഷമാവില്ലേ? വണ്ട് എവിടെ പോയി? വണ്ടേ, കൃഷ്ണൻ എത്ര കാരുണ്യശാലിയാണ്. നീ വന്നല്ലോ. പ്രിയപ്പെട്ട വണ്ടേ, ഞാനീ പറഞ്ഞതൊന്നും കാര്യമായിട്ട് എടുക്കല്ലേ. ഇതൊന്നും എൻ്റെ കൃഷ്ണനോട് ചെന്ന് പറയരുത്. അവൻ ഒരുപാട് വിഷമമാകും. എനിക്കറിയാം, അവൻ്റെ മനസ്സിൽ ഇപ്പോഴും വൃന്ദാവനമാണ്. അവൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കാരണമാണ് വരാൻ സാധിക്കാത്തതെന്നും. പാവം കൃഷ്ണൻ. അവൻ ഞങ്ങളെയൊക്കെ ഓർക്കാറുണ്ടോ? പറയൂ ഉദ്ധവ. ശരത് പൂർണിമ നിശീതിനിയിൽ ചന്ദ്രികയിൽ കുളിച്ചു നിന്ന രാത്രിയിൽ ഞങ്ങളോടൊപ്പം രാസലീല ആടിയത് അവൻ ഓർക്കുന്നുണ്ടോ?
പ്രഭു ഉദ്ധവ, ഈ വ്രജഭൂമിയിലെ ഓരോ മൺതരിയും അവന്റെ ഗാഥ പാടുന്നു. ഇതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഓരോ നിമിഷവും ഞങ്ങളുടെ പ്രാണൻ പിടയുന്നു ഉദ്ധവ. അവന്റെ അതിവശ്യമായ നടത്തവും മനോഹരമായ കണ്ണുകളും അവന്റെ ആ കള്ളച്ചിരിയും പ്രാണൻ കവരുന്ന കൃപാകടാക്ഷവും ഒരു നിമിഷം പോലും ഞങ്ങൾക്ക് അവനെ മറക്കാൻ പറ്റില്ല. ഹേ നാഥ, വ്രജനായക, ഗോവിന്ദ, അങ്ങയുടെ വിരഹത്തിൽ മുങ്ങുന്ന വൃന്ദാവനത്തെ കാത്തു രക്ഷിച്ചാലും ഉദ്ധരിച്ചാലും തവ കഥാമൃതം തപ്തജീവനം കവിഭിരീഡിതം കൽമഷാവഹം കാവ്യഭിരീഡിതം കൽമഷാപകം ശ്രവണമംഗളം ശ്രീമദാഗതം ഭുവി ഗൃണന്തി ഭൂരിദാ ജനാ. കൃഷ്ണ കൃഷ്ണ കരതാ ഉദ്ധോ. കൃഷ്ണ കൃഷ്ണ കരതാ ഉദ്ധോ. प्राण हमारा जाई रे, प्राण हमारा जाई रे. कृष्ण कृष्ण करता कृष्ण 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 എന്താണിത്? എന്താണ് ഞാനീ കണ്ടത്? ഇത്രയും പരിശുദ്ധമായ ഭക്തി ദ്വാരകയിൽ പോലുമില്ല. എനിക്കും ഇവരുടെ പോലെ ഭക്തി ലഭിച്ചിരുന്നെങ്കിൽ. ഞാൻ എന്താണ് ഈ പറഞ്ഞത്? ഈ യോഗ്യതയില്ലാത്തവന് ഇതിനുള്ള യോഗ്യയില്ല. ഈ വൃന്ദാവനത്തിൽ ഒരു കുട്ടിച്ചെടിയെങ്കിലും ആകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ഇല്ല, അതിനുള്ള യോഗ്യത എനിക്കില്ല. ഒരു ലതയെങ്കിലും ആവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ഇല്ല, ആ യോഗ്യത എനിക്കില്ല. ഒരു 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 പുല്ലെങ്കിലും ആവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. അങ്ങനെയെങ്കിലും കൃഷ്ണനെ ഓർത്ത് കൃഷ്ണ കൃഷ്ണ എന്നും പറഞ്ഞ് ഈ ഗോപികമാർ സമൂഹത്തിലെ സകലമായ നിയമങ്ങളും കാറ്റിൽ പറത്തി ഓടുമ്പോൾ എന്നെ ചവിട്ടി. അങ്ങനെയെങ്കിലും എനിക്ക് ഈ യോഗ്യതയില്ലാത്തവന് ഈ മഹാഭക്തജനങ്ങളുടെ
പാദധൂളി ലഭിക്കുമല്ലോ. മഹാമഹർഷിമാർക്ക് പോലും കിട്ടില്ല, ഒരിക്കലും ഒരിക്കലും പരിശുദ്ധ ഭക്തി കിട്ടില്ല. വന്ദേ നന്ദവ്രജസ്ത്രീണാം പാദരേണുമഭീക്ഷ്ണശഃ യാസാം ഹരികഥോദ്ഗീതം പുനാദിഭുവനത്രയം ഏവം ഭക്തി സകലഭുവനെ നേക്ഷിതോ വാ ശ്രുതോ വാ കിം ശാസ്ത്രമുഖൈ കിമിഹ തപസാ ഗോപികാഭ്യോ നമോസ്തു. ഏത് ശാസ്ത്രം അവരെ പഠിച്ചത്? എന്ത് യജ്ഞമാണ് ഇവർ ചെയ്തത്? ഞാനും ചെയ്യാൻ തയ്യാറാണ്. അല്ലയോ വൃന്ദാവനത്തിലെ മണ്ണേ, ഈ പാപിയെ സ്വീകരിക്കണേ. എല്ലാരും എഴുന്നേക്കോ. കൃഷ്ണ, ഹരി ഓ. എഴുന്നേറ്റാലും ഉദ്ധവ, നമ്മുടെ ഉദ്ധവന് വീഴാൻ മാത്രമേ അറിയാവുള്ളൂ. നീ മധുരയിലല്ലേ? ഇവിടെ എങ്ങനെ വന്നു ഭഗവാനെ? അവിടുന്ന് ആരാണ്? അവിടുത്തെ മനസ്സിലാക്കാൻ അവിടത്തേക്ക് മാത്രമേ കഴിയുള്ളൂ. കൃഷ്ണ പറയൂ, ഈ യോഗ്യതയില്ലാത്തവന് അഷ്ടസഖ്യമാരോടും കൂടിയുള്ള ദർശനം, അതും ശ്രീമതി രാധാറാണിയോടും കൂടിയുള്ള ദർശനം എങ്ങനെ ലഭിച്ചു കൃഷ്ണ ഭഗവാനെ? ഉദ്ധവ, നാം മധുരയിലും വൃന്ദാവനത്തിലും ഒരേ സമയമുണ്ട്. നാം സർവവ്യാപിയാണ് ഉദ്ധവ. നിനക്ക് ഈ ഭാഗ്യം ലഭിക്കാൻ കാരണം ഈ രാധാറാണിയുടെ ധൂളിയുടെ പ്രഭാവമാണ്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ നമ്മുടെ ഭക്തന്മാർ തന്നെയാണ്. അവർ വേദനിക്കുമ്പോഴെല്ലാം നാം അതിവേദനയാണ് അനുഭവിക്കുന്നത് ഉദ്ധവ. നാം ജഗന്നാഥനാണ് ഉദ്ധവ. പക്ഷേ നമ്മുടെ വ്രജവാസികൾ, അവരാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്തർ ഉദ്ധവ. അവരിലെ ഏറ്റവും ഉപരി അവരിലെ ഗോക്കൾ, ഗോപാലന്മാർ, യശോദയമ്മ, നന്ദനച്ഛനും, അവിടുത്തെ ഗോപികമാർ, പിന്നെ ഏറ്റവും മൗല്യമായ ശ്രീമതി രാധ. ശ്രീരാധയുടെ ചരണധൂളിയിലെ ശക്തിയാലാണ് ഉദ്ധവ നിനക്ക് നമ്മുടെ ഈ ദർശനം ലഭിക്കാൻ സാധ്യമായത് ഉദ്ധവ. അല്ലയോ ഭഗവാനെ, എന്നെപ്പോലെ യോഗ്യതയില്ലാത്ത ഒത്തിരി ബദ്ധാത്മാക്കൾ ഈ ലോകത്തുണ്ട്. അവരുടെ മേലും കൃപ ചെയ്യണേ. പേടിക്കേണ്ട ഉദ്ധവ. കലിയുഗ ധർമ്മമായ ഹരിനാമ സങ്കീർത്തനം ചെയ്യാനായി നാം ചൈതന്യ മഹാപ്രഭു അവതരിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ സേനാധിപതി ഭക്തനായ അഭയചരണാരവിന്ദ ശ്രീല പ്രഭുപാദ് സ്വാമിയെയും അവതരിക്കുന്നതായിരിക്കും.